ജോർജ് പൊടിപ്പാറ എൻ്റെ ചെവി ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത്. BJP വലിയ ശക്തമായി തന്നെ ഈ കേസിൽ വലിയ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് കരുതുന്നു. ഏതായാലും എന്നേക്കാൾ മുതിർന്നൊരു മാധ്യമപ്രവർത്തകരാണല്ലോ ശ്രീ ജോർജ് പൊടിപ്പാറ. അങ്ങേക്ക് തോന്നിയോ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് ചെന്നു, ഇനി കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നു, അടുത്ത ദിവസം VD സതീശനും അവിടെ എത്തുമെന്ന് അറിയിക്കുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പോലത്തെ ഒരു ശക്തമായ പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് കാണാൻ താങ്കൾ കഴിഞ്ഞു. എന്താണ് താങ്കൾ അതേപ്പറ്റി പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പല വിഷയങ്ങളിലും BJP ഇടപെടുന്ന ആ ഒരു സീരിയസ്നെസ്സിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും വലിയ നേതാക്കൾ ഒരു പതിവ് പ്രസ്താവന അല്ലെങ്കിൽ ഒരു സാധാ പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയോ ഇതിൽ CPM-ന്റെ പങ്കിനെ കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആരോപിക്കുകയോ ഒന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധവും അതിശക്തമായ ഇടപെടലുമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ തന്നെ പറഞ്ഞു, ഇത് കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതൊരു ഭീകരപ്രവർത്തനമാണ്. ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത് അത് വളരെ ഗൗരവമായ ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളവർ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ സംരക്ഷണം ഉള്ളവരാണ്. അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ അത് തെളിയിക്കപ്പെടില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി NIA അതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി പറയുന്നു. KPCC പ്രസിഡന്റ് തന്നെ വളരെ ആധികാരികമായിട്ട് ഈ ആവശ്യം ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്തയക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരിത് എത്രത്തോളം ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ വടകര നിയോജക മണ്ഡലത്തിൽ ഒരു വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് ഒരുപക്ഷെ BJP ഇതിനെ കാണുന്നുണ്ടാവില്ല. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലാണ്, അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് വളരെ ശക്തമായ മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും തീപാറുന്ന പോരാട്ടം. ഈ സാഹചര്യത്തിൽ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. വളരെ ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ബോംബ് സ്ഫോടനം ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തെ പ്രതികൾ അല്ലെങ്കിൽ അറസ്റ്റിലായവരെല്ലാം DYFIക്കാരോ അവരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ആ സംഘടനയുമായിട്ട് ദീർഘകാല ബന്ധമുള്ളവരോ, ഒരുപക്ഷെ അവരെ സമീപകാലത്ത് വേറെ എന്തെങ്കിലും കാരണത്താൽ മാറ്റി നിർത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് എന്ന പേരിൽ അല്ലെങ്കിൽ അവിടെ എത്തിയവരും പിന്നീട് അറസ്റ്റിലായവരും ഒക്കെ DYFIയുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളോ ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അതിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുക LDF-നാണ്. ആ തിരിച്ചടി കൂടുതൽ ശക്തമാക്കി അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് UDF നടത്തുന്നത്. അത് വളരെ സ്വാഭാവികമാണല്ലോ. ഇതുപോലെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയാൽ അത് ആരാണ് ഉപയോഗിക്കാതിരിക്കുക? UDF അത് ഉപയോഗിക്കും. ജോർജ് പൊടിപ്പാറ